അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇടവേള റാഫിയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നല്ല അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് വീട്ടിലുണ്ടാക്കിയത്. കലാകൃഷി യാത്ര നമ്മൾ കണ്ടത് നല്ല ചൂട് ആവി പറക്കണുണ്ടോ. ഇപ്പം ഉണ്ട് 2 മിനിറ്റ് മുമ്പാണ് വെന്തിറക്കിയിട്ടുള്ളൂ. ആഹാ, എന്താണെന്നറിയോ, നല്ല മോര്, നാടൻ മോരും ചേമ്പ് കറി വെച്ചിരിക്കുകയാണ്. നാടൻ ചേമ്പ് മോര് വെച്ച് കറി വെച്ച് ഭയങ്കര വൈബാണ്. ഇതിൻ്റെ ഒരു കോമ്പോ 2-3 കോമ്പോ ഞാൻ പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ട ഒരു കോമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മോര് ഈ കറി, അതായത് ഈ മോര് ചേമ്പ് വെച്ച കറിയും നല്ല ഉണക്ക സ്രാവും ഒരു പപ്പടവും കുറച്ച് പയറുപ്പേരും ഭയങ്കര കോമ്പോ ആണ്. അതുപോലെ മറ്റൊരു കോമ്പോ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ബീഫ് കഴിക്കാൻ ഇഷ്ടം. നല്ല ബീഫിൻ്റെ റോസ്റ്റ്, പപ്പടം, ഒരു പുളിയിഞ്ചി, ഈ മോര് കറി എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് ഏത് കോമ്പോ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞേക്കണേ. ഇപ്പം എന്തായാലും നമുക്ക് വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവുന്നുണ്ടല്ലോ കേട്ടോ. നമ്മളെല്ലാവരെയും ഭാര്യമാർ ചേർത്ത് പറയുന്നതാണ്. മനസ്സിന് ഇഷ്ടമുള്ള ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അതിന് വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കണ്ടത് ചേമ്പിൻ്റെ ഒരു കഷ്ണമൊക്കെ കൂട്ടി ഞാനൊന്ന് രുചിക്കട്ടെ. ഞാൻ ചെറിയൊരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പ്ലേറ്റേക്ക് തന്നെ എടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണതാണ് കേട്ടോ. ഓക്കെ, എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. എന്ത് സാധനം വെന്തിറങ്ങുമ്പോൾ ഒരു മുക്കാൽ വേവ് മതി. ഉപ്പേരിയാണെങ്കിലും അപ്പോൾ മീനൊക്കെ ആണെങ്കിലും ഞാനൊന്ന് ഫ്രൈ ഇങ്ങനെ ആയി ഒരു ലെവലായി വരുമ്പോഴത്തേക്കും എടുത്ത് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കണക്കാക്കിയ വീട്ടിലുണ്ടാക്കുക. കാരണം എന്തായാലും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് എൻ്റെ 3-4 ഞാൻ കഴിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കോമ്പോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇടവേള റാഫി യൂട്യൂബ് ചാനൽ നിങ്ങൾ മാത്രമേ സപ്പോർട്ടുള്ളൂ. ഓക്കെ, ഇൻഷാ നമുക്ക് നാളെ നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലങ്ങളൊരു വീഡിയോ കിടക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മോര് കറി വൈബാണ്. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞേ വേഗം പറയും. മോര് കറി ഇഷ്ടമുള്ള നാട്ടിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. നാളെ ഇതിപ്പോൾ ഇന്നല്ല ഇതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് വീട്ടിൽ വെച്ചേക്കണത്. നാളെ ഇനി പൊച്ചോട് കൂടിയിട്ടാണിത്. ചെറിയ തണുപ്പോട് കൂടി, തണുത്താൽ അടിപൊളി വൈബോ, ഒരു രക്ഷയില്ലാത്ത വൈബോ. ഓക്കെ, സ്നേഹത്തോടെ ഇടവേള റാഫി. താങ്ക് യു, ബൈ. ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ മാത്രമാണ് എൻ്റെ കരുത്ത്. എനിക്ക് വേറെ പ്രൊമോട്ടർമാരാരുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചാൽ കേട്ടെ, ഞാൻ എനിക്കുള്ള വളർത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, കഴിച്ചോട്ടെ. ആഹാ, ആ ഉണക്കമുളക് ഇങ്ങനെ കുത്തിയിട്ട് വൈബായി. ആഹാ, നല്ല നാടൻ ബീഫിലിങ്ങനെ കുത്തിയിട്ട് അതുപോലെ തന്നെ ഉലുവയും കടുകൊക്കെ വറുത്ത് പിടിച്ച് വൈബ് ഒന്നും പറയില്ല.